എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഒരു പ്രാവശ്യം കൂടെ ക്വിസ് പ്രോഗ്രാം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി വന്നിരിക്കുകയാണ്. കാരണം ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് 9 മണിക്ക് കൃഷ്ണയുടെ ലൈവ് നടന്നില്ല. തുമ്പിക്ക് ഇന്നലെ മുതൽ പനിയാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വിസുമായിട്ട് എല്ലാവരും ഒത്തുകൂടിയിരുന്നു. വളരെ രസകരമായി പലരും ഇന്നലെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് പോവാം. ഒരുപാട് പേര് ഇങ്ങനെ ഒരു പ്രോഗ്രാം കാത്തിരിക്കുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വൈകിയ വേളയിലും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്നാം പൂക്കാലത്തിൻ്റെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക്. നമുക്കറിയാവുന്ന പോലെ എല്ലാ ദിവസങ്ങളിലും ക്വിസുമായിട്ട് തുമ്പിയാണ് എത്താറുള്ളത്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാം. പ്രവീൺ വാപ്പാല എത്തിയിട്ടുണ്ട്. പ്രവീൺ വാപ്പാലയെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് എത്തിയതിന് ശേഷം നമുക്ക് തുടങ്ങാം. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഷീബ ആസിസേട്ട് എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി ഷീബ ആസിസേട്ടിനെ, പ്രവീൺ വാപ്പാലയെ, വാപ്പാല ജയരാജിനെ, ബിന്ദു ചേച്ചിയെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ്? കണ്ണൻ CKM, കണ്ണൻ സുബിൻ, ജോമോൻ PT, ജോമോനും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെ സ്നേഹം അറിയിക്കുകയാണ്. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ഒരു വാർത്തയിലൂടെ സഞ്ചരിക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ലക്ഷദ്വീപ് പ്രശ്നം ആളിക്കത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ബിന്ദു സാനക്കര എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ചില ചിന്തകളിലൂടെ കടന്നു പോവാം. തീർച്ചയായും മനുഷ്യന്റെ ജീവിതം ഒരു പൂവിന് സമമല്ലേ? എപ്പോൾ വേണമെങ്കിലും ഈ ജീവിതം കൊഴിഞ്ഞു പോകാം. പക്ഷേ ഒരിത്തിരി നേരം ആ പൂവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്തോഷം ഏറെ വലുതാണ്. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഒരു ചിരിയിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ നമുക്കും അല്പം സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം എത്ര നല്ലതാണ്. ദുഃഖത്തിലുള്ള ഒരു മനസ്സിനെ സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത് എത്ര ആശ്വാസകരമാണ്. മികച്ചൊരു സന്ദേശത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഗോപിനാഥ് പാലക്കാട് എത്തിയിട്ടുണ്ട്. കണ്ണൻ CKM കണ്ണനും ബിന്ദു ചേച്ചിയും വാപ്പാല ജയരാജും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും അനുവാദത്തോടു കൂടി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഗിഡ എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഗിഡ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഗിഡ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? A ഒഡീഷ, B പഞ്ചാബ്, C അരുണാചൽ പ്രദേശ്. ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപം ആണ് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ A ഒഡീഷ, ഓപ്ഷൻ A ഒഡീഷ, ഓപ്ഷൻ B പഞ്ചാബ്, ഓപ്ഷൻ C അരുണാചൽ പ്രദേശ്. സ്പെഷ്യൽ ക്വിസ് തുമ്പി അവതരിപ്പിക്കേണ്ട ക്വിസാണ്. ഇന്ന് തുമ്പിക്ക് പനിയായതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ A ഒഡീഷ, ഓപ്ഷൻ B പഞ്ചാബ്, ഓപ്ഷൻ C അരുണാചൽ പ്രദേശ്. ജോമോൻ PT സുനിതയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ദുര്യോധന എന്ന് വിളിക്കുന്നുണ്ട്. കണ്ണൻ CKM, ജോമോൻ PT, അനൂപേട്ടൻ തൊപ്പി തന്നിട്ട് പോയിരുന്നു. മുടിയൊക്കെ തീവാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് തൊപ്പി എടുത്ത് വെച്ചതാ. അത്രയും സ്ഥലത്ത് വൃത്തികേട് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വെറുതെ ഒരു സ്റ്റൈല് ഫീൽ ചെയ്യുന്നില്ലേ? കാര്യമൊന്നുമില്ല, വെറുതെ. അപ്പോൾ കണ്ണൻ സുബിനയിൽ ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് C ഉത്തരം നൽകുന്നുണ്ട്. ഷീബ ആസിസേട്ട് C ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ CKM കണ്ണൻ C ഉത്തരം നൽകുന്നുണ്ട്. ജോമോൻ PT C ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു സാനക്കര C ഉത്തരം നൽകുന്നുണ്ട്. ജയരാജ് വാപ്പാല കറക്കിക്കുത്തെന്ന് പറയുന്നുണ്ട്. ബിന്ദു ചേച്ചിയും C എന്നാണ് ഉത്തരം നൽകുന്നത്. ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സൗഹൃദങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ആക്റ്റീവ് ഗ്രൂപ്പിലേക്കും ആക്റ്റീവ് ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നാവും. ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ A ഒഡീഷ, ഓപ്ഷൻ B പഞ്ചാബ്, ഓപ്ഷൻ C അരുണാചൽ പ്രദേശ്. ഞാനും കറക്കി എന്ന് കണ്ണൻ CKM പറയുന്നുണ്ട്.
ഇന്ന് അങ്ങനെയാണെങ്കിൽ കുറച്ച് കറക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. എല്ലാവരുടെയും ഉത്തരം കിട്ടിയും തരുന്നു. എന്നെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ട് വാപ്പാല ജയരാജ്. ബിന്ദിയെ കണ്ടില്ലല്ലോ, ബിന്ദി ഒന്ന് മെൻഷൻ ചെയ്തേ. വാപ്പാല ബ്രദേഴ്സിന് സ്നേഹവന്ദനം എന്ന് ജോമോൻ അറിയിക്കുന്നുണ്ട്. വാപ്പാല പ്രവീണും വാപ്പാല ജയരാജും സജീവമായിട്ട് തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവീണിന്റെ ഒന്ന് ആരെങ്കിലും പ്രവീണിന്റെ സുഹൃത്താണോ? നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റേ പ്രവീൺ ഉണ്ടല്ലോ, പ്രവീൺ വെട്ടിയാറ്റിൽ. പ്രവീൺ ചാലക്കുടിക്കാരനാണ്. ചന്ദ്രമോഹൻ നായർ സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ചന്ദ്രമോഹൻ നായർ സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവരുടെ ഫാമിലി ഫുൾ പോസിറ്റീവ് ആയതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ആണ്. ഐ റിക്വസ്റ്റ് പ്ലീസ് പ്രേ ടു ഫാസ്റ്റ്ലി റിക്കവർ നോർമൽ ലൈഫ്. തീർച്ചയായും വാപ്പാല, പ്രവീൺ വാപ്പാലയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കുടുംബം മുഴുവൻ പോസിറ്റീവ് ആയിരിക്കുകയാണ്. കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നമാണ്. നമ്മുടെ RJ ഗറിൻ ഷാജിക്ക് മകനൊക്കെ പോസിറ്റീവാണ്. തീർച്ചയായും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊപ്പമുണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഷാമോൻജി എന്ന് ബിന്ദു ചേച്ചി അറിയിക്കുന്നുണ്ട്. ബിന്ദിയെ മെൻഷൻ ചെയ്യുന്നുണ്ട് വാപ്പാല ജയരാജ്. നമുക്കപ്പോൾ ആദ്യത്തെ ഉത്തരത്തിലേക്ക് പോവാം. എൻ്റെ ചോദ്യം ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപം എന്നായിരുന്നു എന്നാണ്. ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിൽ എല്ലാവരും കറക്കി കുത്തിയവരാരും തന്നെ ബി എന്നുള്ള ഉത്തരം പറഞ്ഞില്ല. ബി എന്നുള്ള ഉത്തരം ആരും പറഞ്ഞില്ലല്ലോ. ബി ആണ് ഉത്തരം. ബി പഞ്ചാബാണ് ശരിയായ ഉത്തരം. ഒരാൾ പോലും ബി എന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഏറ്റവും രസകരമായ വസ്തുത, പറഞ്ഞിരുന്നെങ്കിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ബി എന്ന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗിഡ പഞ്ചാബിൻ്റെ നൃത്തരൂപമാണ്. പഞ്ചാബിൻ്റെ എന്ന സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗിഡ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ ചോദ്യം, ഗാഹിർ മാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ചോദ്യം. ഗാഹിർ മാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഗാഹിർ മാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഞാൻ ജോമോന്റെ പ്ലിങ് കണ്ടിട്ട് ചിരിച്ചതാണ്. ജോമോൻ പ്ലിങ് അടിച്ചിട്ടുണ്ട്. കാരണം കറക്കി കുത്തിയവരാരും തന്നെ ബി പറഞ്ഞില്ല എന്നുള്ളതാണ്. ഗാഹിർ മാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര. കണ്ണൻ സുബിൻ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. പ്രവീൺ വാപ്പാല എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു സാണക്കര എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ CKM മുന്നിൽ നടക്കാൻ വാപ്പാല ജയരാജ് പറയുന്നുണ്ട്. കോപ്പി അടിക്കാനല്ലേ. ചന്ദ്രമോഹൻ നായർ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജോമോൻ PT എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ഉത്തരം നൽകാനുള്ളത്? മാക്സിമം ഒരു 3 മിനിറ്റ് സമയം അനുവദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ കോപ്പി ടീമാണെന്ന് പ്രവീൺ വാപ്പാല പറയുന്നുണ്ട്. സജി MU എത്തി ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സജി MU. കണ്ണൻ CKM കണ്ണൻ സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ CKM ഉത്തരം സി ആയതോടുകൂടി ബിന്ദു ചേച്ചി, ഷീബ ആസിഫ് ആയിട്ട് എല്ലാവരും സിയിലോട്ട് കടന്നിട്ടുണ്ട്. ചോദ്യം ആവർത്തിക്കുന്നില്ല. ചോദ്യം ആവർത്തിച്ച് അത്ര സമയോടെ നഷ്ടമാവും. ഇനി ആരെങ്കിലും ഉത്തരം നൽകാനുണ്ടോ? ഒഡീസ എന്ന് പറയുന്നുണ്ട് കണ്ണൻ CKM. കണ്ണൻ CKM നേരത്തെ ഉത്തരം പറഞ്ഞാണല്ലോ. കണ്ണൻ പറഞ്ഞ സി ആണല്ലോ, പിന്നെന്താണ് വേറൊരു ഒഡീസ? രണ്ടുത്തരം പറയരുത്. രണ്ടുത്തരം പറഞ്ഞാൽ അസാധുവാക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്. ഇനി ആരുടെയെങ്കിലും ഉത്തരം ഉണ്ടോ? ആരും ഉത്തരം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഉത്തരത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഗാഹിർ മാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഉത്തരം കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ഞാൻ കണ്ണൻ CKM പറയുന്നതിന് മുമ്പേ പറഞ്ഞതാണ് ഷാമോൻജി. എനിക്കിവിടെ കിട്ടിയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഉത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ഒഡീസ എന്നുള്ള ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓപ്ഷൻ എ ഒഡീസ എന്നുള്ള ഉത്തരം നൽകിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കണ്ണൻ സുബിൻ ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രവീൺ വാപ്പാല ഉത്തരം നൽകിയിട്ടുണ്ട്.
ബിന്ദുസ് അണക്കര ഉത്തരം നൽകിയിട്ടുണ്ട്. ചന്ദ്രമോഹൻ നായർ ഉത്തരം നൽകിയിട്ടുണ്ട്. ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ട്. സജി MU B എന്നുള്ള തെറ്റായ ഉത്തരമാണ് നൽകിയത്. കണ്ണൻ CKM C എന്നാണ് ഉത്തരം നൽകിയത്. വാപ്പാല ജയരാജ് A എന്നാണ് ഉത്തരം നൽകിയത്. ബിന്ദു ചേച്ചി C എന്നാണ് ഉത്തരം നൽകിയത്. ഷീബാസിസേട്ട് C എന്നാണ് ഉത്തരം നൽകിയത്. കണ്ണൻ CKM വീണ്ടും ശരി ഉത്തരം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിക്കുന്നതല്ല. ഇത് B ഐശ്വര്യമാണെന്ന് പറയുന്നുണ്ട്. ഇതും B ഐശ്വര്യമാണെന്ന് ഷീബാസിസേട്ട് പറയുന്നുണ്ട്. കണ്ണനെ അറിയാമോ, ഞങ്ങളുടെ കണ്ണനെ അറിയാമോ, കമോൺ എവരിബഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ കണ്ണൻ സുബിൻ, പ്രവീൺ വാപ്പാല, ബിന്ദുസ് അണക്കര, ചന്ദ്രമോഹൻ, ജോമോൻ PT, വാപ്പാല ജയരാജ്, ഇത്രയും പേരാണ് ഉത്തരം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം, ഇത് ഗൂഗിൾ തെരഞ്ഞു പറഞ്ഞതാണ് ഒഡീഷ. അതെ, ആദ്യം തെറ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ട് രണ്ടാമത് പോയി പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഹമ്മദാബാദ് എന്ന് വായിക്കുന്നു, സോറി. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A അഹമ്മദാബാദ്, ഓപ്ഷൻ B സൂറത്ത്, ഓപ്ഷൻ C പോർബന്ദർ. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതാണ് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ A അഹമ്മദാബാദ്, ഓപ്ഷൻ B സൂറത്ത്, ഓപ്ഷൻ C പോർബന്ദർ. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ A അഹമ്മദാബാദ്, ഓപ്ഷൻ B സൂറത്ത്, ഓപ്ഷൻ C പോർബന്ദർ. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചു. അപ്പോഴേക്കും ഞാൻ ഈ പോയിന്റുകളൊന്ന് എഴുതാം. കണ്ണൻ സുബിൻ, പ്രവീൺ വാപ്പാല 1 പോയിന്റ്, ബിന്ദുസ് അണക്കര 1 പോയിന്റ്, ചന്ദ്രമോഹൻ 1 പോയിന്റ്, ജോമോൻ PT കുഞ്ചിത്തണ്ണി ജോ 1 പോയിന്റ്, വാപ്പാല ജയരാജ് കാശ്മീരിൽ നിന്ന് പ്രിയപ്പെട്ട ശ്രോതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആരൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഷീബാസിസേട്ട് B എന്ന് ഉത്തരം നൽകുന്നുണ്ട്. പ്രവീൺ വാപ്പാല B എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സജി MU B എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ സുബിൻ C എന്നാണ് ഉത്തരം നൽകുന്നത്. കണ്ണൻ CKM A എന്നാണ് ഉത്തരം നൽകുന്നത്. ബിന്ദു G A എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദുസ് അണക്കര A എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജോമോൻ PT A എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് B എന്ന് ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് ഞാൻ ചോദിച്ചത്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഷീബ ആസിസൈറ്റ് B എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രവീണ് B. ഇനി ആരുടെയെങ്കിലും ഉത്തരം വരാനുണ്ടോ? മൗസൂം അഷ്റഫ് എത്തിയിട്ടുണ്ട്. മൗസൂമിന് വേണ്ടി വേണമെങ്കിൽ ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. മൗസൂമെ, ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ A അഹമ്മദാബാദ്, ഓപ്ഷൻ B സൂറത്ത്, ഓപ്ഷൻ C പോർബന്ദർ. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യമാണ്. മഹസൂമിന് വേണ്ടിയാണ് ചോദിച്ചത്. മഹസൂമിന്റെ ആൻസർ കൂടെ വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയും. ഹായ് മഹസൂം എന്ന് പറയുന്നുണ്ട് ബിന്ദു ചേച്ചി. കണ്ണൻ സുബിൻ ബിന്ദു ചേച്ചിയെ സ്നേഹം അറിയിക്കുന്നുണ്ട്. കണ്ണൻ എന്തൊക്കെയാ വിശേഷം? ഡ്യൂട്ടിയിലാണോ കണ്ണൻ? രാത്രിയും കണ്ണന്റെ ബേക്കറിയുമായി ബന്ധപ്പെട്ട വർക്കാണ്. മഹസൂം അഷ്റഫിന്റെ ആൻസറിനായി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ടൈം ഔട്ട് പറയും. 1 മിനിറ്റ് കൂടെ നോക്കും. സുനിത ടീച്ചറെ സ്വാഗതം ചെയ്യുന്നുണ്ട് വാപ്പാല ജയരാജ്. ഹായ് കണ്ണൻ സുബിൻ എന്ന് പറയുന്നുണ്ട് ബിന്ദു ചേച്ചി. സൂപ്പർ പ്രസന്റേഷൻ എന്ന് ബിന്ദു ചേച്ചി പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം പിന്തുണയുമായി നിങ്ങൾ ഓരോരുത്തരും ഉള്ളതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് വന്ന് പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ഇരിക്കാനും ഒക്കെ കഴിയുന്നത്. ഒരുപാട് സ്നേഹം. അപ്പോൾ മൗസൂമിന്റെ ഉത്തരം വന്നിട്ടില്ല. അപ്പോൾ ശരി, ആൻസറിലേക്ക് പോവാം. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഏതാണെന്നായിരുന്നു ചോദ്യം. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം ഓപ്ഷൻ B സൂറത്താണ്. ആദ്യം ഞാനങ്ങനെ അഹമ്മദാബാദ് എന്നുള്ളൊരു ട്രിക്കി സാധനം അടിച്ചതുകൊണ്ട് ഒരുപാട് പേര് കണ്ണൻ CKM ഒക്കെ തെറ്റിച്ചു എന്നുള്ളതാണ്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഓപ്ഷൻ B ആണ്. അപ്പോൾ ഓപ്ഷൻ B എന്നുള്ള ഉത്തരം നൽകിയത് ഷീബ ആസിസേട്ട് നൽകിയിട്ടുണ്ട്.
പ്രവീൺ വാപ്പാല നൽകിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ. സജി ഉത്തരം നൽകിയിട്ടുണ്ട്. സജി MU അഭിനന്ദനങ്ങൾ. നമ്മുടെ റോബിനെ കണ്ടിട്ടില്ലല്ലോ. ഡാലിയ സ്റ്റേറ്റ് ഡെക്കറേറ്റേഴ്സ് ആരുടെയെങ്കിലും സുഹൃത്താണെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യണേ. അയ്യോ, കണ്ണൻ സുബിൻ ഉത്തരം തെറ്റിച്ചിട്ടുണ്ട്. കണ്ണൻ CKM തെറ്റായ ഉത്തരവാണ് പറഞ്ഞത്. ബിന്ദു ചേച്ചി തെറ്റായ ഉത്തരവാണ് പറഞ്ഞത്. ബിന്ദു സണക്കര തെറ്റായിട്ട് ഉത്തരവാണ് പറഞ്ഞത്. ജോമോൻ തെറ്റായിട്ട് ഉത്തരവാണ് പറഞ്ഞത്. വാപ്പാല ജയരാജ് ശരിയാക്കി. വാപ്പാല ജയരാജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മൗസൂമിന്റെ ആൻസർ കിട്ടിയില്ല. മൗസൂമിനെ കാത്തിരുന്ന് നമ്മൾ പരാജയപ്പെട്ടു. സുനിത ചേച്ചിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ആണോ സുനിത ടീച്ചർക്ക് തലവേദനയാണോ? ഞാൻ അറിഞ്ഞില്ല. ഷീബ ആസിഫായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. മൗസൂം തെറ്റായ ഉത്തരവാണ് പറഞ്ഞത്, ലേറ്റായിട്ടാണെങ്കിലും. സഹീർ എത്തിയിട്ടുണ്ട്. ഡാലി ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട് ജോമോൻ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനം സൂറത്താണ്. ആരും മറന്നു പോണ്ട. ഷീബ ആസിഫായിട്ടും പ്രവീൺ വാപ്പാലയും വാപ്പാല ജയരാജും സജീമാണ് ശരിയായ ഉത്തരം നൽകിയത്. എല്ലാവർക്കും ഡാലിയ സ്റ്റേജ് ഡെക്കറേഷൻ ഉള്ളനാടിനെ നമ്മുടെ റോബിനെ വാപ്പാല ജയരാജ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത്ര അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ ഓടി എത്തുന്ന ആളാണ് റോബിൻ. അപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം ഗോവ വിമോചന ദിനം ഏതാണെന്നുള്ളതാണ്. ഗോവ വിമോചന ദിനം ഏതാണ് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഡിസംബർ 19, ഡിസംബർ 20, നവംബർ 12. ഗോവ വിമോചന ദിനം ഏതാണ് എന്നതാണ് എൻ്റെ നാലാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഡിസംബർ 19, ഓപ്ഷൻ ബി ഡിസംബർ 20, ഓപ്ഷൻ സി നവംബർ 12. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാൻ ചോദ്യം. ഗോവ വിമോചന ദിനം ഏത് ദിവസമാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡിസംബർ 19, ഓപ്ഷൻ ബി ഡിസംബർ 20, ഓപ്ഷൻ സി നവംബർ 12. രഹന ബഷീർ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. ഹായ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും നാലാമത്തെ ചോദ്യത്തിൽ പങ്കെടുക്കാം. അപ്പോൾ ആ ഉത്തരം നിങ്ങൾ നൽകുമ്പോഴേക്കും ഞാൻ പോയിന്റ് എഴുതാം. ഷീബ ആസിഫായിട്ട് ഒരു പോയിന്റ്, കഴിഞ്ഞ ചോദ്യത്തിന്റെ പോയിന്റാണ്. പ്രവീൺ വാപ്പാല ഒരു പോയിന്റ്, സജിക്ക് ഒരു പോയിന്റ് ഉണ്ട്. സജിയുടെ പേര് എഴുതി ചേർത്തു. വാപ്പാല ജയരാജ് ഒരു പോയിന്റ്. അപ്പോൾ നാലാമത്തെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ചോദ്യത്തിന് ഗോവ വിമോചന ദിനം എന്നാണ് എന്നതാണ് ചോദ്യം. ഡിസംബർ 19, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഡിസംബർ 20, ഓപ്ഷൻ സി നവംബർ 12. അപ്പോൾ ഇവിടെ ഷീബ ആസിഫായിട്ട് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജോമോൻ PT എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ CKM എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ സുബിൻ C എന്നാണ് ഉത്തരം നൽകുന്നത്. ബിന്ദു G എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സജി MU B എന്നാണ് ഉത്തരം നൽകുന്നത്. ബിന്ദു സാനക്കര C എന്നാണ് ഉത്തരം നൽകുന്നത്. വാപ്പാല ജയരാജ് എന്നാണ് ഉത്തരം നൽകുന്നത്. പ്രവീൺ വാപ്പാല B എന്നാണ് ഉത്തരം നൽകുന്നത്. സഹീർ പങ്കെടുക്കുന്നുണ്ട്. സഹീറിന് സ്വാഗതം. സഹീർ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. രഹന ബഷീർ ഹായ് ബിന്ദു ചേച്ചി എന്ന് പറയുന്നുണ്ട്. ബിന്ദു G എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു ക്വിസ് പ്രോഗ്രാമിലേക്ക്. സാധാരണ തുമ്പിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുമ്പിക്ക് പനിയായതുകൊണ്ട് ഇന്ന് ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ നാളെ ചെയ്തോളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഗ്രാം മുടക്കരുത്, ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എത്തിയതാണ്. ഇല്ല, കുറച്ച് താമസിച്ചു. ഹായ് എന്ന് അറിയിച്ചുകൊണ്ട് ഹംസ അനക്കര എത്തിയിട്ടുണ്ട്. ബിനി ഡിസംബർ 19 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ലോക്ക് ചെയ്യാം. ഉത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ 4, നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗോവ വിമോചന ദിനം ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഡിസംബർ 19 ആണ് ഗോവ വിമോചന ദിനം. ഡിസംബർ 19 എന്നുള്ള ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മൗസൂമിന്റെ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് കിട്ടിയത്. മൗസൂമിന്റെ ഉത്തരം ഉൾപ്പെടുത്തിയിട്ടില്ല, ദയവായിട്ട് ക്ഷമിക്കണം. ഹംസാനക്കരയുടെ ഉത്തരം ഹംസാനക്കര നമുക്ക് അഞ്ചാമത്തെ ചോദ്യം മുതൽ പിടിക്കാം. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിന് ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഷീബ ആസിഫായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണൻ CKM ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കണ്ണൻ CKM ഇപ്പോഴാണ് ശരി ഉത്തരം പറഞ്ഞതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ കണ്ണൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്ന ആളാണ്. ബിന്ദു ചേച്ചി ശരി ഉത്തരവാണ് നൽകിയത്. ഓപ്ഷൻ എ. വാപ്പാല ജയരാജ് എ ശരി ഉത്തരവാണ് നൽകിയത്. സഹീർ ശരി ഉത്തരവാണ് നൽകിയത്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സഹീറിനെ. രഹന ബഷീർ ശരി ഉത്തരമാണ് നൽകിയത്.
അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് രഹന ബഷീറിനെ. ബിനി പുതിയൊരു പ്രൊഫൈലാണ്, പുതിയൊരാളാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ 19 എന്നുള്ള ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ആശംസകൾ അറിയിക്കുകയാണ്. മഹസൂമിന്റെ ഉത്തരം അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ മഹസൂമിന്റെ ഉത്തരം പരിഗണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം ഇതാണ്: ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് 5ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ കോഹിമ, ഓപ്ഷൻ ബി ഇൻഡോർ, ഓപ്ഷൻ സി ഗുവാഹട്ടി. ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് 5ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ കോഹിമ, ഓപ്ഷൻ ബി ഇൻഡോർ, ഓപ്ഷൻ സി ഗുവാഹട്ടി. ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കോഹിമ, ഓപ്ഷൻ ബി ഇൻഡോർ, ഓപ്ഷൻ സി ഗുവാഹട്ടി. അപ്പോൾ ഉത്തരം പറയുമ്പോഴേക്കും ഞാൻ 4ാമത്തെ ചോദ്യത്തിന്റെ പോയിന്റ് എഴുതാം. ഷീബ ഒരു പോയിന്റ് ഉണ്ട്, ജോമോൻ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, കണ്ണൻ CKM ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞു ഒരു പോയിന്റ്, ബിന്ദു ചേച്ചി ഇപ്പോഴാണ് ഉത്തരം പറഞ്ഞു തുടങ്ങിയത്, ബിന്ദു ചേച്ചിക്ക് ഒരു പോയിന്റ്, വാപ്പാലയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. വാപ്പാല 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം എല്ലാവരുടെയും കൂട്ട് വാപ്പാലയും തെറ്റിച്ചായിരുന്നു. സഹീറിന് ഒരു പോയിന്റ് ഉണ്ട്, രഹനയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, ബിനിക്ക് ഒരു പോയിന്റ് ഉണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ 5ാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. 5ാമത്തെ ചോദ്യം ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ കൊഹിമ, ഓപ്ഷൻ ബി ഇൻഡോർ, ഓപ്ഷൻ സി ഗുവാഹട്ടി. ആരൊക്കെയാണ് ആൻസർ തന്നിട്ടുള്ളത് നോക്കാം. ബിനി ഹായ് അറിയിക്കുന്നുണ്ട്, ബിനിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് വാപ്പാല ജയരാജ്. ആനക്കര ഇക്കാന്ന് ജോമൻ വിളിക്കുന്നുണ്ട്. ഹായ് രശ്മി എന്ന് ബിന്ദു ചേച്ചി വിളിക്കുന്നുണ്ട്. 5ാമത്തെ വരട്ടെ ഞാൻ ഫോമിലാന്ന് പറയുന്നുണ്ട് ഹംസക്ക. അതെ, തീർച്ചയായിട്ടും രശ്മി ബിനോയ് ഹായ് അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഹംസ ആനക്കര വരട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒട്ടും ലേറ്റ് ആയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നത്. ലേറ്റ് ആയിട്ടില്ല, 5ാമത്തെ ചോദ്യമായിട്ടേ ഉള്ളൂ, ഇന്ത്യയുടെ ചോദ്യമാണ്. നവാഗതർക്ക് സ്വാഗതം, കയറിയിരിക്കുന്നു ജോമൻ പറയുന്നുണ്ട്. ബിനി ഗുവാഹട്ടി എന്ന് പറയുന്നുണ്ട്. കഴിവതും ഓപ്ഷൻ തന്നെ പറഞ്ഞോളൂ. ഓപ്ഷൻ പറയുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അക്ഷരത്തെറ്റുണ്ടാവില്ല. ഗുവാഹട്ടി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഗുവാഹട്ടി എന്നാണ്. ആ ഓപ്ഷൻ തന്നെ പറഞ്ഞോളൂ. ഓപ്ഷൻ സി ആണ് ഗുവാഹട്ടി. ഓക്കെ, ഷൈജു TP സിന്ന് ഉത്തരം നൽകുന്നുണ്ട്. നെക്സ്റ്റ് സ്ലോ ആണ്, ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ആവുമെന്ന് പ്രവീൺ വാപ്പാല പറയുന്നുണ്ട്. കണ്ണൻ CKM സിന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ സുബിൻ സിന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഹംസ ആനക്കരയും ജോബിൻ ജോർജും ബിന്ദുജിയും ബിന്ദി അജിത്തും എല്ലാവരും സീന്നാണ് ഉത്തരം നൽകുന്നത്. രഹന ബഷീർ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. പ്രവീൺ ബാപ്പാല സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു സാനക്കര സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. മഹസൂം അഷ്റഫ് ഞാൻ നേരത്തെ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. കഴിവതും ഉടൻ തന്നെ അയക്കാൻ ശ്രമിക്കുക, കാരണം സാങ്കേതിക പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ടാകാറുണ്ട്. ദയവായി സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ട മഹസൂം അഷ്റഫിനോട് അഭ്യർത്ഥിക്കുകയാണ്. ജോബിൻ ജോർജ് ഹായ് അറിയിക്കുന്നുണ്ട്. ജോമോൻ PT സീന്ന് അറിയിക്കുന്നുണ്ട്. രശ്മി വിനോയ് സീന്ന് അറിയിക്കുന്നുണ്ട്. രഹന ബഷീർ സീന്നാണ് അറിയിക്കുന്നത്. കണ്ണൻ സുബിൻ ബിന്ദു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ബിന്ദിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചിയും. വീണ്ടും പഴയ ജോമോന്ന് പറയുന്നുണ്ട് ബിന്ദി അജിത്ത്. കഴിഞ്ഞ ആൻസർ പറഞ്ഞിരുന്നു ഷാമോൻജി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ആൻസറിൽ ബിന്ദു ചേച്ചിയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ബിന്ദു ചേച്ചി ഉണ്ട് കഴിഞ്ഞ ആൻസറിൽ. ബിന്ദി അജിത്ത് ഹായ് പറയുന്നുണ്ട്. മോൻ വിളിച്ചോ ബിന്ദിയാന്ന് ചോദിക്കുന്നുണ്ട്. സഹീർ സ്നേഹം അറിയിക്കുന്നുണ്ട്. വാപ്പാല ജയരാജ് സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് സീന്ന് ശിവ ആസിസായിട്ട് സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഫിവർ ഉണ്ടോ ഷാമോൻജിന്ന് ചോദിക്കുന്നുണ്ട്. ബിനി കെ എന്ന് പറയുന്നുണ്ട്. മഹസൂം അഷ്റഫ് സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. എനിക്ക് ചെറിയ തൊണ്ടയടപ്പും കഫക്കെട്ടുണ്ട്. ഗോ കൊറോണ ഗോ എന്ന് പറയുന്നുണ്ട് വിദ്യ. ഈ തൊപ്പി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നത്. മുടി കീവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തൊപ്പി വെച്ചതാ. ബാഗ് തരൂ ബിന്ദി അജിത്ത് എന്ന് പറയുന്നുണ്ട്. ബാപ്പാല ജയരാജ് ബാഗ് എന്തിനാ, പോയിന്റ് കൂട്ടി വെക്കാനാണോ? അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഗുവാഹട്ടി ആയിരുന്നു. ഓപ്ഷൻ സി ഗുവാഹട്ടി എന്ന് ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. രഹന ബഷീർ സ്ലോ എന്ന് പറയുന്നത് കുഴപ്പമില്ല, കുറച്ചധികം സമയം അനുവദിക്കാം. തലമുടി ഈരിയില്ല അതിനാണെന്ന് പറയുന്നുണ്ട് ജോമൻ PT. ബാഗ് തരാം, അത് നിറച്ച് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിന്ധ്യ അജിത്ത്. ദുര്യോധനെ വിളിക്കുന്നുണ്ട് വാപ്പാല ജയരാജ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ്. 5ാമത്തെ ചോദ്യം ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഓപ്ഷൻ സി ഗുവാഹട്ടി ആയിരുന്നു ഉത്തരം.
ഗുവാഹട്ടി എന്നുള്ള ഉത്തരം നൽകി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. ഉത്തരം നൽകിയിട്ടുള്ളത് ബിനി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ഷൈജു ടി പി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ണൻ സി കെ എം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ണൻ സുബിൻ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ഹംസ ആനക്കര ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ജോബിന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ജോബിനെ സ്വാഗതം ചെയ്യുന്നു, ബിന്ദു ചേച്ചി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, പ്രവീൺ ബാപ്പാല ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, പ്രവീൺ ബാപ്പാല ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദുസ് ആനക്കര ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദുസ്, ജോമോൻ പി ടി ഉത്തരം നൽകിയിട്ടുണ്ട്, ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ട്, രശ്മി ബിനോയ് ഉത്തരം നൽകിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഉത്തരം നൽകിയ ഓരോ പ്രിയപ്പെട്ടവരെയും. രഹന ബഷീർ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, രഹന ബഷീർ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാളോട് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, വാപ്പാല ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, പിന്നെ മഹസൂം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ല, ഷീബ അസീസൈറ്റും ഉണ്ട്, ഷീബ അസീസൈറ്റ് ഉണ്ട്. ബിനി കെ എന്ന് ഉത്തരം നൽകിയ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. മഹസൂം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നതാണ് ചോദ്യം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നതാണ് ആറാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ജോർജ് വിറ്ററ്റ്, ഓപ്ഷൻ ബി വില്യം ബെനഡിക്റ്റ്, ഓപ്ഷൻ സി ലാറി ബേക്കർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നതാണ് ആറാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ജോർജ് വിറ്ററ്റ്, ഓപ്ഷൻ ബി വില്യം ബെനഡിക്റ്റ്, ഓപ്ഷൻ സി ലാറി ബേക്കർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ജോർജ് വിറ്ററ്റ്, ഓപ്ഷൻ ബി വില്യം ബെനഡിക്റ്റ്, ഓപ്ഷൻ സി ലാറി ബേക്കർ. നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇവരുടെ പോയിന്റുകൾ അങ്ങ് എഴുതട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് കൂട്ടാൻ ബുദ്ധിമുട്ടാവും. ബിനിക്ക് ഒരു പോയിന്റ് ഉണ്ട്, ഷൈജു എത്തിയിട്ടുണ്ട്, ഷൈജുവിൻ്റെ പേര് നമുക്ക് ചേർക്കാം. ഷൈജു ടി പിക്ക് സ്വാഗതം. കണ്ണൻ സി കെ എം ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. കണ്ണൻ സുബിൻ ഇതുവരെ പോയിന്റ് ഇല്ലായിരുന്നോ? അടിപൊളി. കണ്ണൻ സുബിൻ ഒരു പോയിന്റ്, ഹംസക്ക എത്തിയിട്ടുണ്ട്, ഹംസക്കയുടെ പേര് എഴുതി ചേർത്ത് ഒരു പോയിന്റ്. ജോബിൻ എത്തിയിട്ടുണ്ട്, ജോബിനൊരു പോയിന്റ്. കഴിഞ്ഞ പോയിന്റിന്റെ ആണ്. ബിന്ദു ചേച്ചിക്ക് ഒരു പോയിന്റ്. ബിന്ദി എത്തിയിട്ടുണ്ട്, ബിന്ദിയുടെ പേര് എഴുതി ഒരു പോയിന്റ്. പ്രവീൺ ബാപ്പാല ഒരു പോയിന്റ്. പ്രവീൺ ആദ്യം മുതലേ തിളങ്ങി നിൽക്കുകയാണ്. ബിന്ദു സനക്കര ഒരു പോയിന്റ്. ബിന്ദു സനക്കര ഒരു പോയിന്റ്. ജോമോൻ പി ടി ഒരു പോയിന്റ്. രശ്മി ഒരു പോയിന്റ്. രശ്മി ഇപ്പോൾ വന്നാണ് അല്ലേ? രശ്മിയുടെ പേര് എഴുതിയിട്ടില്ലല്ലോ. രശ്മി ഒരു പോയിന്റ്. രഹന ഒരു പോയിന്റ്. രഹന കഴിഞ്ഞതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പാല ഒരു പോയിന്റ്. വാപ്പാല 4 പോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ. വാപ്പാല കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷീബ അസിസൈറ്റ് ഒരു പോയിന്റ് കൂടെ നേടി 3 പോയിന്റ് ആക്കിയിട്ടുണ്ട്. മഹസൂം ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. മണ്ണ് വാരിയിട്ടാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് ജോമോൻ പി ടി. ബാഗിനെ കുറിച്ചാണ്. മഞ്ഞ് നിറച്ചാൽ മതിയോ എന്ന് വാപ്പാല ചോദിക്കുന്നു. വാപ്പാല ഉള്ളത് കാശ്മീരിലാണ്. എന്നിട്ട് ഇടുക്കിക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. വിധി രാജ്കുമാർ എത്തിയിട്ടുണ്ട്, എഴുത്തുകാരനാണ്. ചെറുവരികളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള, നമ്മുടെ റീഡിംഗ് ടൈമിൽ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് രാജ്കുമാർ. ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മല തന്നെ കിടക്കുക, പിന്നെ ബാഗിലെന്ന് പറയുന്നുണ്ട് ജോമോൻ. അറിയാതെ ടൈപ്പ് ചെയ്താന്ന് പറയുന്നുണ്ട് ബിനി. കുഴപ്പമില്ല, ശരിയായ ഉത്തരം നൽകിയാൽ മതി, ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. ആറാമത്തെ ചോദ്യത്തിന് കടൻ സി കെ എന്ന് ഉത്തരം നൽകുന്നുണ്ട്, ബിനി എന്ന് ഉത്തരം നൽകുന്നുണ്ട്, ഷൈജു ടി പി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് സ്വാഗതം ചെയ്യുന്നുണ്ട് രാജ്കുമാറിന്. ബിന്ദിയാജിത്ത് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഹംസാനക്കരയും ജോമോനും കണ്ണൻ സുബിനും ബിന്ദു ചേച്ചിയും ഷീബ അസീസേട്ടും രഹന ബഷീറും വാപ്പാല ജയരാജും എല്ലാവരും എന്നാണ് ഉത്തരം നൽകുന്നത്. ഇതൊന്നും കോപ്പി അല്ല കേട്ടോ, അങ്ങനെ ആർക്കും തോന്നണ്ടെന്ന് ഹംസാനക്കര പറയുന്നുണ്ട്. ഞാൻ സത്യം പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ നോക്കിയാണ് കോപ്പി അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദിയാജിത്ത്. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം
ആറാമത്തെ ചോദ്യം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം, ജോർജ് വിറ്ററ്റ് ആണ് ഉത്തരം. ഓപ്ഷൻ എ ജോർജ് വിറ്ററ്റ് എന്ന് ഉത്തരം നൽകിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും ഏതാണ് ഉത്തരം നൽകിയത്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത് കണ്ണൻ CK പറഞ്ഞിട്ടുണ്ട്, ബിനി പറഞ്ഞിട്ടുണ്ട്, ഷൈജു TP എന്ന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ശ്രോതാവാണ് ഷൈജു TPക്ക് അഭിനന്ദനങ്ങൾ. ഷൈജു TP ഇടയ്ക്ക് ദുബൈയിലായിരുന്നു, അബുദാബിയിലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പോൾ എവിടെയാണ് ഷൈജു TP ഉള്ളത്? ഇന്ത്യാജിത്ത് അബുദാബിയിൽ നിന്ന് നമ്മളാം പൂക്കാലത്തിന്റെ പ്രിയപ്പെട്ട അഡ്മിൻ കൂടിയാണ്. എന്ന് ഉത്തരം നൽകിയിരുന്നു. ഹംസ ആനക്കരയുടെ പ്രിയപ്പെട്ട മുത്ത്, അദ്ദേഹം എന്ന് ഉത്തരമാണ് നൽകിയത്. ജോമോൻ PT കുഞ്ചിത്തണ്ണി എന്ന മനോഹരമായ ഗ്രാമത്തിൽ നിന്നാണ് ജോമോൻ നമ്മളോടൊപ്പം ചേരുന്നത്. കണ്ണൻ സുബിൻ പാരിപ്പള്ളിയിലാണുള്ളത്. ഏറെ സ്നേഹത്തോടെ കണ്ണനെ സ്വാഗതം ചെയ്യുന്നു. ബിന്ദു ചേച്ചി ചെങ്ങന്നൂരിൽ നിന്ന് ബിന്ദു ചേച്ചിയും ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഹായ് അറിയിച്ചുകൊണ്ട് എല്ലാ പരിപാടികളിലും എത്താറുള്ള ഷീബ ആസിസേട്ട് എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. രഹന ബഷീർ എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. വാപ്പാല, കാശ്മീരിലാണ് വാപ്പാല ജയരാജ് ഉള്ളത് കേട്ടോ. വാപ്പാല എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. കണ്ണൻ സുബിൻ 2 പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. ആർക്കാ 2 പോയിന്റ്? കണ്ണാ 3 പോയിന്റ് 2 പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? അപ്പോൾ ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നേരിട്ട് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? ഈ പോയിന്റ് ഒക്കെ കൂട്ടുന്നുണ്ടോ? ആർക്കും ഒന്നും തോന്നണ്ട. അപ്പോൾ 7ാമത്തെ ചോദ്യം, ഗൂർഖ ലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. 7ാമത്തെ ചോദ്യം, ഗൂർഖ ലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. ഗൂർഖ ലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പോയിന്റ് എഴുതാം. കണ്ണൻ CKM, ബിനി, ഷൈജു TPക്ക് അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ഉത്തരത്തിന്റെ അഭിനന്ദനം വീണ്ടും പറയുന്നു. ബിന്ദുയാജിത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹംസ ആനക്കരയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ജോമോൻ PTക്ക് 1 പോയിന്റ്, കണ്ണൻ സുബിൻ 1 പോയിന്റ്. കണ്ണൻ സുബിൻ, ബിന്ദു ചേച്ചി, ഷീബ ആസിസേട്ട്, രഹന, വാപ്പാല ജയരാജ്. കഴിഞ്ഞ ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരങ്ങൾ ആരൊക്കെയാണ് പറയുക? എനിക്ക് 3 പോയിന്റ് ഇട്ടേക്കണം ഈ ഉത്തരത്തിനെന്ന് പറയുന്നുണ്ട് ബിന്ദുയാജിത്ത്. അത് ശരിയാ, ലേറ്റായിട്ട് വന്നിട്ട് 3 പോയിന്റ് വേണമെന്ന് ശരിയാക്കി തരാം. ഷൈജു TP ഞാൻ കാശ്മീർ പോവുകയാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും കാശ്മീരിൽ പോകുന്നുണ്ടെങ്കിൽ വാപ്പാല ജയരാജിനെ കാണാതിരിക്കാൻ മറക്കരുത്. അവിടെ മാത്രമേ ഉള്ളൂ ഇനി ഷൈജു TP പോകാനെന്നുള്ളത് എനിക്കറിയാം. നെക്സ്റ്റ് വീക്ക് തീർച്ചയായും. എന്താ കാശ്മീരിൽ പരിപാടി? സത്യത്തിൽ ഷൈജു TP എന്താ ചെയ്യുന്നത്? 3 തവണ ഓപ്ഷൻ പറയുമെന്ന് പറഞ്ഞ് എന്നെ ട്രോളുന്നുണ്ട് ജോമോൻ PT. കണ്ണൻ സുബിന് 3 പോയിന്റ് ആയി എന്ന് പറയുന്നുണ്ട്. കണ്ണൻ സുബിന് 3 പോയിന്റ് എങ്ങനെയാ? ഞാൻ നോക്കാം, ചെക്ക് ചെയ്യാം. കണ്ണൻ സുബിന് 3 പോയിന്റ്. കണ്ണൻ സുബിന് ആദ്യത്തേന് ഉത്തരം പറഞ്ഞില്ല, 2ാമത്തേന് ഉത്തരം പറഞ്ഞില്ല, 3ാമത്തേന് ഉത്തരം പറഞ്ഞില്ല, 4ാമത്തേന് ഉത്തരം പറഞ്ഞില്ല. 2 പോയിന്റേ ഉള്ളൂ കണ്ണൻ സുബിന്. ബിനി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ സുബിൻ ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷൈജു TP സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് വാപ്പാല ജയരാജ്. ബിന്ദു സാനക്കര സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ CKM സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിനിയും ബിന്ദു ജിയും സി എന്നാണ് ഉത്തരം നൽകുന്നത്. മിലിറ്ററി ട്രെയിനിങ് എന്ന് പറയുന്നുണ്ട് ഷൈജു TP. കാശ്മീരിൽ എവിടെ ട്രെയിനിങ്? ഹംസ ആനക്കര എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷീബ ആസിസേട്ട് സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദുയാജിത്തും വാപ്പാല ജയരാജും സി എന്നാണ് ഉത്തരം നൽകുന്നത്. സുരേഷ് VS എത്തിയിട്ടുണ്ട്. കൃഷ്ണമോളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സുരേഷ് സാർ ആയിരിക്കും. എന്തായാലും സി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സ്വാഗതം. അച്ചവിടെ പോയില്ല ഉത്തരം എന്ന് പറയുന്നുണ്ട്. ഷൈജു TP CRPF ആണോ എന്ന് ചോദിക്കുന്നുണ്ട് വാപ്പാല ജയരാജനോട്. ഷൈജു TP കാശ്മീരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കാശ്മീരിലായതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വാപ്പാല അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പശ്ചിമ ബംഗാളാണ് ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത സംസ്ഥാനം പശ്ചിമ ബംഗാളായിരുന്നു.
അപ്പോൾ ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ എന്നുള്ള ഉത്തരം ഓപ്ഷൻ സി നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ സി ഷൈജു ടി പി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഷൈജു ടി പി ഓപ്ഷൻ സി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഷൈജുവിനെ. കാശ്മീർ യാത്രയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബിന്ദു സാനക്കര സി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണൻ CKM സി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ബിനി സി എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഉത്തരം നൽകിയത്. അഭിനന്ദനങ്ങൾ. ബിന്ദു ചേച്ചി ചെങ്ങന്നൂരിൽ നിന്ന് ബിന്ദു മുരളി, ബിന്ദു ചേച്ചി സി എന്നാണ് ഉത്തരം നൽകുന്നത്. ഷീബ അസിസൈറ്റും ശരിയായ ഉത്തരമാണ് നൽകിയത്, പശ്ചിമ ബംഗാളിൽ നിന്നാണ്. ബിന്ദിയാജിത്തിന്റെ ഉത്തരവും ശരിയായിരുന്നു. അഭിനന്ദനങ്ങൾ. ബാപ്പാല ജയരാജ് ശരി ഉത്തരമാണ് നൽകിയത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. കാശ്മീരിൽ നിന്ന് ചേരുന്ന ഈ ഒരു തിരക്കുകൾക്കിടയിലും സിലിഗുഡി എന്ന് പറയുന്നുണ്ട് ബാപ്പാല. സുരേഷ് സാറിന് ഒരു പോയിന്റായി. സുരേഷ് സാറ് നമ്മുടെ RJ കൃഷ്ണയുടെ അച്ഛനാണ്. അപ്പോൾ സ്നേഹം അറിയിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് കണ്ണൻ സുബിന്റെ ഉത്തരം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഓപ്ഷൻ എ എന്നാണ് കണ്ണൻ സുബിന് ഉത്തരം നൽകിയിട്ടുള്ളത്. 2 ആൻസർ ഇടരുതെന്ന് ബിനിയോട് പറയുന്നുണ്ട്. ബിനി 2 ആൻസർ ഇട്ടിട്ടുണ്ടോ? ബിനി 2 ആൻസർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആൻസർ നമ്മൾ പരിഗണിക്കില്ല. ബിനി 2 ആൻസർ ഇട്ടിട്ടുണ്ടോ? ബിനി എവിടെയാണ് 2 ആൻസർ ഇട്ടിട്ടുള്ളത്? ഞാൻ നോക്കട്ടെ. ബിനി സി എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനി എ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിനിയുടെ ഉത്തരം ക്യാൻസലായി. ബിനി 2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയോഗ്യതയായിട്ട് കൽപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത് ക്യാൻസലായി. അപ്പോൾ നമുക്ക് ശരി ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യം, ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുംബൈ സെൻട്രൽ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ സെൻട്രൽ, ഓപ്ഷൻ സി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നതാണ് എൻ്റെ 8ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ മുംബൈ സെൻട്രൽ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ സെൻട്രൽ, ഓപ്ഷൻ സി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് കഴിഞ്ഞ പോയിന്റ് എഴുതാം. ഷൈജു ടി പി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈജുവിടെ ഷൈജു ടി പി. ബിന്ദുസ് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദുസ് ഇപ്പോഴാണ് ഉത്തരം പറയുന്നത്. ബിന്ദുസ് എവിടെ? ബിന്ദുസിന് ഇത് കാണുന്നില്ലല്ലോ. ബിന്ദുസ് ഇതുവരെ ഉത്തരവൊന്നും പറഞ്ഞില്ലായിരുന്നു. ബിന്ദുസിന്റെ ഇതുവരെയുള്ള ഉത്തരങ്ങളൊക്കെ തെറ്റിയിരുന്നു അല്ലല്ലോ. രണ്ടാമത്തെ ഉത്തരം ബിന്ദുസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബിന്ദുസ് ഉണ്ട്. ബിന്ദുസ് ഇവിടെ ഉണ്ട്. സോറി. ബിന്ദുസ് CKM കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ജി ഉണ്ട്. ഷീബ അസിസൈറ്റ് ഉണ്ട്. ബിന്ദിയുണ്ട്. പാപ്പാലയുണ്ട്. സുരേഷ് സാറുണ്ട്. സുരേഷ് സാറിന്റെ പേര് എഴുതി ചേർക്കാം. സുരേഷ്. മിക്കവാറും അത് കൃഷ്ണമോള് തന്നെ ആയിരിക്കും. അപ്പൊ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം, ചോദ്യത്തിന്റെ ഉത്തരം ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് മെസ്സേജ് വായിച്ചു. ഇനി പോകാൻ ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ? ഷൈജു എന്ന് വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്. 2 ആൻസർ ഇടരുതെന്ന് പറയുന്നുണ്ട്. ഉത്തരം അറിയുന്നവർ ഫസ്റ്റിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ നെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. ബിനി ആദ്യമാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എ ആണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതെ അത് മാറ്റി. അപ്പോൾ ഷൈജു ടി പി എ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിനി എ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഹംസാനക്കര ബി എന്നാണ് ഉത്തരം നൽകുന്നത്. കണ്ണൻ CKM ബിന്ദു സാനക്കരയും ബിന്ദിയാജിത്തും ബിന്ദു ജിയും ബാപ്പാല ജയരാജ്, ജോമോൻ PT, ഷീബ അസിസൈറ്റ്, സുനു ഒട്ടുമല എല്ലാവരും എ എന്നാണ് ഉത്തരം നൽകുന്നത്. സുനു ഒട്ടുമലയെ സ്വാഗതം ചെയ്യുന്നു. സുനു അളിന് സ്വാഗതം. എന്തുവാ എല്ലാവരും എ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. രഹ്ന ബഷീർ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമോൺ എവരിബഡി എന്ന് പറയുന്നുണ്ട് ജോമോൻ. സുനുവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് ബാപ്പാല ജയരാജ്. ആൻസർ ഇടരുത്. ഞാൻ എന്തോന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഷൈജു ടി പി എഴുതിയ മെസ്സേജ് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു
ആദ്യമായിട്ട് വൈഫൈ സൗജന്യമായിട്ട് നിലവിൽ വന്നത്. ഹംസ ആനക്കര ഒഴിച്ച് ബാക്കി എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. അല്ല, തിരിഞ്ഞുപോയി. ഹംസ ആനക്കര തെറ്റിച്ച് ബാക്കി എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഷൈജി ടി പി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ബിനി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. കണ്ണൻ സി കെ ഉത്തരം നൽകിയിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ബിന്ദുസ് ഉത്തരം നൽകിയിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ബിന്ധ്യ ഉത്തരം നൽകിയിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ബിന്ദു, ബിന്ധ്യ, ബിന്ദു ജി. ബിന്ദിന്റെ ബഹളമാണ്. ബിന്ദ് അറബിയിൽ ബിന്ദു എന്ന് പറഞ്ഞാൽ മകളെന്നാണ് അർത്ഥം. വാപ്പാല് ജയരാജ് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജോമോൻ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷീബ ആസിസൈറ്റ് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സുനു എന്ന് ഉത്തരം നൽകുന്നുണ്ട്. പിന്നെ ആരാ ഉള്ളത്? രഹന ബഷീർ. അഭിനന്ദനങ്ങൾ രഹന ബഷീറിനും. ഇനി ആരുടെങ്കിലും ഉത്തരം ഉണ്ടോ? എല്ലാവരും ആയില്ലേ? അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 9ാമത്തെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഗുവാഹട്ടി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. 8ാമത്തെ അല്ല, 9ാമത്തെ ചോദ്യം. ഗുവാഹത്തി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി സരയു. ഗുവാഹട്ടി ഏത് തീരത്ത്, ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് 9ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി സരയു. 2 പ്രാവശ്യം ആക്കി ജോമോനെ, 3 പ്രാവശ്യം പറയുന്ന നിർത്തി, നീ ട്രോൾ ചെയ്തുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ പോയിന്റ് നമുക്ക് എഴുതിയാലോ? കഴിഞ്ഞത് ഷൈജു ടി പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈജു ടി പി 4 പോയിന്റായി, ഇപ്പൊ വന്നതേ ഉള്ളൂ. ബിനി 4 പോയിന്റായി. കണ്ണൻ സി കെ എം 5 പോയിന്റായി. ബിന്ദുസ് 4 പോയിന്റായി. ബിന്ധ്യ ചുരുങ്ങിയ സമയം കൊണ്ട് ബിന്ധ്യ 4 പോയിന്റ് നേടിക്കഴിഞ്ഞു. ബിന്ദു ചേച്ചി 5 പോയിന്റായി. വാപ്പാല 2, 4, 6, 7 പോയിന്റ് നേടിയിട്ടുണ്ട്. വാപ്പാല മികച്ച മുന്നേറ്റം. ജോമോൻ, വാപ്പാല ആദ്യം മുതലേ തിളങ്ങി നിൽക്കുകയാണ്. ജോമോൻ 5 പോയിന്റായി. ഷീബ ആസിസൈറ്റിന് എത്ര പോയിന്റായി? ഷീബ ആസിസൈറ്റ് 2, 4, 6 പോയിന്റ് ആയിട്ടുണ്ട്. സുനു ഇപ്പം എത്തിയതേ ഉള്ളൂ. സുനുവിന്റെ പേര് എഴുതി ചേർക്കണം. സുനു. രഹനയ്ക്ക് 1 പോയിന്റ് ഉണ്ട്. രഹന 4 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നൽകിയിട്ടുള്ളത് നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം, ഗുവാഹട്ടി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതായിരുന്നു 9ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി സരയു. ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നോക്കാം. സുനുവിനെ വാപ്പാൽ ചേരാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏതാ ആൻസർ ഇടതായിരിക്കുമെന്ന് മനസ്സിലായില്ല. ഷൈജുവിന്റെ മറുപടി. വെൽക്കം ടു YFM ഫാമിലി എന്ന് ബിന്ദിയാജിത്ത് പറയുന്നുണ്ട്. ബിന്ദി ചേച്ചി എൻ്റെ വായിൽ വന്ന്. വാപ്പാല ജയരാജ് കോപ്പിയല്ല എന്ന് തെളിയിക്കാനാണെന്ന് പറയുന്നുണ്ട്. അടിപൊളി. 1 നിമിഷം ഹംസക്ക ഞെട്ടി എന്ന് പറയുന്നുണ്ട്. അതെ, ഹംസാജി സത്യസന്ധനായി. അതാ പറ്റിയത്. അപ്പൊ കണ്ണൻ സി കെ ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിനി ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷൈജു ടി പി ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു ജി ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. അറ്റാക്ക് വരാനുള്ള ഭാഗ്യം എന്ന് പറയുന്നുണ്ട് ഹംസാനക്കര. ഞാൻ പറഞ്ഞ് തിരിഞ്ഞു പോയതാ. ജോമൻ പി ടി ബി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ബിന്ദിയാജിത്ത് ബി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ഹംസ ആനക്കരയും ഷീബ ആസിസൈറ്റും ബി എന്നാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. തെറ്റിച്ചാണോ തെളിയിക്കുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ, ഹംസക്ക ഒഴിച്ച് ബാക്കി എല്ലാവരും തെറ്റിച്ചെന്ന് പറഞ്ഞപ്പോൾ 1 നിമിഷം ഹംസാജി ഞെട്ടിയിട്ടുണ്ടാവും. ജെറിൻ ജോർജ് എന്ന് പറയുന്നുണ്ട്. ജെറിൻ ജോർജിന്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ന്യൂ എന്നുള്ളതായിരിക്കും. ബിന്ദു ജി ലൈവ് അടിപൊളി എന്ന് പറയുന്നുണ്ട്. ജെറിൻ ജോർജ് ബി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. രഹന ബഷീർ ബി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജെറിൻ സ്നേഹം അറിയിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര എന്ന് വാപ്പാല ജയരാജ് പറയുന്നുണ്ട്. എൻ്റെ പോയിന്റ് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. രഹനയുടെ പോയിന്റ് പറഞ്ഞില്ലേ? പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ടാവും. രഹന 4 പോയിന്റ്. ബിന്ദു സാനക്കര ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്ന് വേണ്ട, വേണമെങ്കിൽ ബിന്ദു മോളെ എന്ന് വിളിച്ചോളാം. അപ്പോ കഫം. അപ്പോ 9ാമത്തെ ചോദ്യം, ഗുവാഹട്ടി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ തീരത്താണ്. ഗുവാഹട്ടിയുടെ ആ ഒരു ഉത്തരം ശരിയായി നൽകി. ബി എന്നുള്ള ഉത്തരം നൽകി. ഒട്ടുമിക്ക ആളുകളും ബി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ബി ഫോർ ഐശ്വര്യം. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്
ഉത്തരം ആരൊക്കെയാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. എല്ലാവരും പുതുതായിട്ട് വന്ന ആളുകൾ വരെ കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും. ഗുവാഹട്ടി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിക്കരയിലാണ്. 9ാമത്തെ ചോദ്യത്തിന് ആദ്യ ഉത്തരം നൽകിയത് കണ്ണൻ CK ആയിരുന്നു. അഭിനന്ദനങ്ങൾ. ബിനി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഷൈജു TP, അടുത്ത ആഴ്ച കാശ്മീർ പോകുന്ന ഷൈജു TP ബിന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ബിന്ദു G ബിന്ന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ബിന്ധ്യ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഹംസ ആനക്കര ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഷീബ ആസിഫ് സൈറ്റ് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ജെറിന് എന്നെന്ന് തെറ്റിയതാണെന്ന് കരുതുന്നു. എന്നെന്ന് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെറിൻ്റെ ഉത്തരം പരിഗണിക്കുന്നു. ജെറിൻ ബിന്ന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. രഹന ബഷീർ ബിന്ന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും രഹനയുടെ പോയിന്റ് അവസാനം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് പറയുമ്പോഴും അവസാനമായി പോയത്. വാപ്പാല ബ്രഹ്മപുത്ര എന്നാണ് പറഞ്ഞത്. വാപ്പാല ബ്രഹ്മപുത്ര എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഓപ്ഷൻ ബി തന്നെയാണ്. ബിന്ദു സനക്കരയും ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം. സമയം പടപടാന്ന് പോവുകയാണ്, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ ചോദ്യം. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം എവിടെയാണ്? ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ലക്നൗ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ജയ്പൂർ രാജസ്ഥാൻ, ഓപ്ഷൻ സി പൂന മഹാരാഷ്ട്ര. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് 10ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ലക്നൗ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ജയ്പൂർ രാജസ്ഥാൻ, ഓപ്ഷൻ സി പൂനെ മഹാരാഷ്ട്ര. അപ്പോൾ നമുക്ക് ഇതങ്ങ് എഴുതാം. 9ാമത്തെ ചോദ്യം പെട്ടെന്ന് അവസാനം കൂട്ടി നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. കണ്ണൻ CK ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈജു TP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉത്തരം പറഞ്ഞു, അപ്പോഴത്തേനും ഞാനിത് എഴുതിയിട്ട് വരാം. ജോമോൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദി 5 പോയിന്റായി. ഹംസാജി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പോയിന്റ് ആയിട്ടുണ്ട് ഹംസക്കായ്ക്ക്. ഷീബ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെറിൻ വന്നിട്ടുണ്ട്. ജെറിനെ എഴുതി ചേർത്തു. ജെറിന് 1 പോയിന്റ്. രഹനയ്ക്ക് 1 പോയിന്റ്. ഇന്നാരാ? വാപ്പാലയും ബിന്ദൂസ് വാപ്പാല. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും അടുത്തടുത്ത ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ 10ാമത്തെ ചോദ്യം. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നായിരുന്നു. ആരൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ചോദിക്കാം, നമുക്ക് നോക്കാം. ബിന്ദുസ് ലേറ്റായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ CK എങ്ങനെ എപ്പോഴെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം പറയണമെന്ന് പറയുന്നുണ്ട്. ആ വാപ്പാല ഞാൻ പറയാം. അപ്പോൾ ഗൂഗിളിൽ പോയി നോക്കാനും സൗകര്യമുണ്ടല്ലോ. ഒരു 4 പോയിന്റെങ്കിലും തരണമെന്ന് ഹംസാനക്കര പറയുന്നുണ്ട്. എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. നാളെ മുതൽ ക്വിസ് മാസ്റ്റർ മാസ്ക് വെക്കണമെന്ന് പറയുന്നുണ്ട്. ബിന്ദു സനക്കരയ്ക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. ജെറിൻ ജോർജ് കൊറോണയാണോന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, കൊറോണയല്ല, കഫക്കെട്ടുണ്ട്, കഫമുണ്ട് തൊണ്ടയിൽ, അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജോമോൻ PT 4 ഉത്തരം പറയുമെന്ന് പറയുന്നുണ്ട്. ജോമോൻ PT എന്നെ ക്വിസ് മാസ്റ്റർ ചേച്ചി എന്ന് വിളിച്ചെന്ന് പറയുന്നുണ്ട്. ലൈവിലൂടെ പകരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. രഹന ബഷീർ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. ഞാനും പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ജയരാജ് സാർ ജയരാജ് സാർ മേ ബി വരാമെന്ന് പറയുന്നുണ്ട്. നാളെ മുതൽ ക്വിസ് മാസ്റ്റർ മാസ്ക് വെക്കണമെന്ന് പറയാൻ പറ്റില്ല, ഇത് വല്ലാത്തൊരു വൈറസ് അല്ലേ എന്ന് പറയുന്നുണ്ട്. കണ്ണൻ CK എന്ന് പറയുന്നുണ്ട്. ബിനി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷൈജു TP എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഇന്ത്യാജിത്തും ബിന്ദുജിയും ഷീബ ആസിഫേറ്റും ഹംസാനക്കരയും ജോമോൻ PT എല്ലാം എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട് ബിനിയോട്. ജെറിൻ ജോർജ് എന്ന് ഉത്തരം നൽകുന്നുണ്ട്. വാപ്പാല ജയരാജ് സാർ വേണ്ടാന്ന് പറയുന്നുണ്ട്. വാപ്പാല ഉത്തരം പറയുമെന്ന് പറയുന്നുണ്ട്. രഹന ബഷീർ എന്ന് പറയുന്നുണ്ട്. ബിന്ദു സാനക്കര എന്ന് ഉത്തരം പറയുന്നുണ്ട്. വാപ്പാല ജയരാജ് ലക്നൗ എന്നാണ് ഉത്തരം നൽകുന്നത്. ചോദ്യം വൈകി കേൾക്കുന്നു എന്ന് വാപ്പാല പറയുന്നുണ്ട്. മുഴുവൻ പറയണമെന്ന് കണ്ണൻ CK പറയുന്നുണ്ട്.
കണ്ണൻ സി കെയും പറയുന്നുണ്ട്, ജേട്ട അല്ലെങ്കിൽ വാപ്പാല എന്ന് മതി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓപ്ഷനൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം ഉള്ളത്. ഓപ്ഷൻ എ എന്ന് ഉത്തരം നൽകിയ ആണോ ക്ലിയർ? ഓപ്ഷൻ എ എന്ന് ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആരൊക്കെയാണ് ഓപ്ഷൻ എ എന്ന് ഉത്തരം നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് ഉത്തരം നൽകിയിട്ടുള്ളത് കണ്ണൻ സി കെയും ഉത്തരം നൽകിയിട്ടുണ്ട്, ബിനി ഉത്തരം നൽകിയിട്ടുണ്ട്, ഷൈജു ടി പി ഉത്തരം നൽകിയിട്ടുണ്ട്, ബിന്ദുയാജിത്ത് ഉത്തരം നൽകിയിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ബിന്ദു ചേച്ചി ഉത്തരം നൽകിയിട്ടുണ്ട്, ചെങ്ങന്നൂര് ബിന്ദു ചേച്ചി. ഷീബ ആസിഫായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ഹംസ ആനക്കരയും ജോമോനും ഉത്തരം നൽകിയിട്ടുണ്ട്. ജെറിൻ ഉത്തരം നൽകിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ജെറിൻ കഴിഞ്ഞതിനും ശരി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ജെറിൻ ജോർജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രഹന ഉത്തരം നൽകിയിട്ടുണ്ട്. ബിന്ദുസ് അണക്കരയിൽ നിന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. വാപ്പാല ജയരാജ് ലക്നൗ എന്നാണ് പറഞ്ഞത്. പ്രവീൺ പോയി, പ്രവീണിന്റെ നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് അറിയിച്ചതുകൊണ്ട് പ്രവീൺ പോയി അല്ലേ. പ്രവീൺ ഒരു മികച്ചൊരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കൊള്ളാം. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ഹിസാർ, ഓപ്ഷൻ ബി ഗുഡ്ഗാവ്, ഓപ്ഷൻ സി ഗാസിയാബാദ്. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ഹിസാർ, ഓപ്ഷൻ ബി ഗുഡ്ഗാവ്, ഓപ്ഷൻ സി ഗാസിയാബാദ്. നമുക്ക് കഴിഞ്ഞതിൻ്റെ പോയിന്റ് എഴുതിയാലോ? കണ്ണൻ സി കെ എം, ബിനി, ഷൈജു ടി പി, ബിന്ദിയ, ബിന്ദു ചേച്ചി, ഷീബ ആസിഫേട്ട്, ഹംസക്ക, ജോമോൻ പി ടി, ജെറിൻ, രഹന, ബിന്ദുസ്, വാപ്പാല. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. പെട്ടെന്നായിരിക്കും ഇനി അടുത്ത ചോദ്യങ്ങൾ. 11 മണിയായി. ഫുൾ ആൻസർ പറയണമെന്ന് ഷൈജു ടി പി പറയുന്നുണ്ട്. ലക്നൗ ഉത്തർപ്രദേശ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ശരിയാക്കാം. ഗൂഗിളിൽ കിട്ടിയില്ലെന്ന്. ശരി, അടിപൊളി. ബിനി ഏന്ന് ഉത്തരം നൽകുന്നുണ്ട്. പ്രവീൺ വാപ്പാല എത്തിയോ? പ്രവീണിന് നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രവീൺ വന്നല്ലോ, പങ്കെടുത്തല്ലോ, ഒരുപാട് സന്തോഷം. പ്രവീണിന് മുതലാളിക്ക് ആരോ കണ്ണുവെച്ചു. അതെ, മുതലാളി ഞാൻ നേരത്തെ ലൈവ് ചെയ്തിട്ട് പോയതാ. ആരൊക്കെയോ എന്നെ കണ്ണുവെച്ചു. ഓപ്ഷൻ കണ്ണൻ സി കെയും ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷൈജു ടി പി ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഹംസാനക്കരയും ജോമോനും ബിന്ദു ചേച്ചി എല്ലാം ബി എന്നാണ് നൽകുന്നത്. വാപ്പാല ജയരാജ് ലക്നൗ യു പി ഇന്ത്യ ഏഷ്യ എന്ന് നൽകുന്നുണ്ട്. രഹന ബഷീർ ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദുയാജിത്ത് ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജെറിൻ ജോർജ് ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഷീബ ആസിഫായിട്ട് ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു സാനക്കര ബി എന്ന് ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ ഉത്തരം നൽകിയ എല്ലാവരും ഉത്തരം ആയോ? ഇതിൽ ഉത്തരം എന്തായിരുന്നു നോക്കട്ടെ. എല്ലാവരും ബി എന്നാണ് പറയുന്നത്. ബിനി മാത്രമേ എന്ന് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഓപ്ഷൻ എ ഹിസാർ ആണ് ശരി ഉത്തരം. ശരി ഉത്തരം നൽകിയ ബിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബിനി മാത്രമേ ഉത്തരം നൽകിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തെറ്റിച്ചു. ബിനിക്ക് ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചെഞ്ചു ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണ്? ചെഞ്ചു ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണ് എന്നതാണ് 12ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി ഒഡീഷ. ചെഞ്ചു ഏത് സംസ്ഥാനത്തെ, ചിഞ്ചു അല്ല ചെഞ്ചു, ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി ഒഡീഷ. 12ാമത്തെ ചോദ്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ലാത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ചോദ്യം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വിസ് അവസാനിക്കും. അപ്പോൾ 12ാമത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ചെഞ്ചു ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി ഒഡീഷ. ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നോക്കാം.
ആയിക്കോട്ടെ ബിനി ബിനി എന്ന് പറയുന്നുണ്ട്. വയ്യെങ്കിൽ ക്വിസ് വേണ്ടായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് ഈ കഫത്തിൻ്റെ ചുമയാണ്, അല്ലാതെ എനിക്ക് സ്ഥിരമായിട്ട് ചുമയൊന്നുമില്ല ബിന്ദു ചേച്ചി, വേറെ പ്രശ്നമൊന്നുമില്ല, ഇതുവരെ ഇല്ല. റമദാൻ മുബാറക്ക് പറയുന്നുണ്ട് പ്രവീൺ വാപ്പാല. ഇപ്പം ഈ സമയത്ത് ഇവിടെയോ, എന്തിന്, എവിടെ? ബാക്കി എല്ലാവരും കോപ്പി അടിച്ചു എന്ന് പറയുന്നുണ്ട്. അതെ, അസുഖമാണെങ്കിൽ ക്വിസ്, അസുഖമൊന്നുമില്ല. ഈ ചുമ ഇപ്പോൾ ഈ കഫത്തിൻ്റെ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ചുമക്കുന്ന, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇനി ഒരു ചോദ്യം കൂടെ അല്ലേ ഉള്ളൂ. ഷൈജു ടി പി സീന്ന് ഉത്തരം നൽകുന്നുണ്ട്, പ്രവീൺ പാപ്പാല സീന്ന് ഉത്തരം നൽകുന്നുണ്ട്, ബിന്ദുരാജിത്ത് സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഗൂഗിളിൽ കിട്ടിയില്ല എന്നല്ല, ഇവിടെ ഗൂഗിൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പാപ്പാല ചേരാ പറയുന്നുണ്ട്. സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഹംസാനഗര ഒഡീഷ്യ എന്ന് പറയുന്നുണ്ട്. ബിനി സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജോമം ബി ടി സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. കണ്ണൻ സി കെ എമ്മും രഹന ബഷീറും ബാപ്പാല ജയരാജും സീന്നാണ് ഉത്തരം നൽകുന്നത്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് ബിന്ദുരാജിത്ത് പറയുന്നുണ്ട്. ഷീബ ആസിസായിട്ട് സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ജെറിൻ ജോർജും സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. ബിന്ദു സാണക്കരൈ സീന്ന് ഉത്തരം നൽകുന്നുണ്ട്. കൊറോണ ആണോ ഷാന്ന് ചോദിക്കുന്നുണ്ട്. ഷീബ ആസിസായിട്ട് സാധ്യതയില്ല, സമയമായാൽ നിർത്തിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ആരുടെ സമയം? ലക്നോ ആണ് ശരി ഉത്തരം എന്ന് പറയുന്നുണ്ട്. ഗോ കൊറോണ ഗോ എന്ന് ബിന്ദുരാജിത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെഞ്ചു ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ഒഡീസയാണ് ഉത്തരം. ഓപ്ഷൻ സി ഒഡീസ എന്ന് ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത് നോക്കാം, എന്നിട്ട് നമുക്ക് ടോട്ടൽ പോയിന്റ് കൂട്ടിയിട്ട് ഇതിലേക്ക് പോവാം. ഷൈജു ടി പി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, പ്രവീൺ പാപ്പാല ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, അഭിനന്ദനങ്ങൾ. ബിന്ദു ചേച്ചി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദു ജി. ഹംസ അനക്കര ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിനി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ജോമോൻ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ണൻ സി കെ എം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, രഹന ബഷീറും വാപ്പാലയും ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ഷീബ ആസിസേട്ട് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ജെറിൻ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു, ബിന്ദു സനക്കര ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ഉത്തരം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതെന്താ രഹന 2 തവണ ഉത്തരം പറഞ്ഞേ? രഹന ബഷീർ ഒരു പ്രാവശ്യം ഉത്തരം പറഞ്ഞാണല്ലോ, വീണ്ടും സീന്ന് ഉത്തരം പറയുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പറയരുത്, അത് തെറ്റി പോയിന്റ് കൂട്ടും, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോയിന്റ് കൂടെ കൂട്ടിയതിന് ശേഷം പിന്നെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ജെറിൻ ജോർജ് സ്നേഹം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഷൈജു ഒരു പോയിന്റ്, പ്രവീൺ വാപ്പാല ഇടയ്ക്ക് മിസ്സായതുകൊണ്ട് പ്രവീൺ വാപ്പാല 4 പോയിന്റിൽ ഒതുങ്ങിപ്പോയി. നാളെ പൊളിക്കാം, നാളെ നെറ്റൊക്കെ ശരിയാവട്ടെ. അപ്പോൾ ബിന്ദിയ ഒരു പോയിന്റ്, ഹംസ അനക്കര ഒരു പോയിന്റ്, ബിനി ഒരു പോയിന്റ്, കഴിഞ്ഞ ജോമോൻ ഒരു പോയിന്റ്, കണ്ണൻ സി കെ ഒരു പോയിന്റ്. ഇവിടെ ഞാൻ രഹന ഒരു പോയിന്റ്, വാപ്പാല ഒരു പോയിന്റ്, ഷീബ ആസിസൈറ്റ് ഒരു പോയിന്റ്, ജെറിൻ ഒരു പോയിന്റ്. ജെറിൻ അഭിനന്ദനങ്ങൾ, 3 പോയിന്റ്. വന്ന എല്ലാ ചോദ്യങ്ങൾക്കും ജെറിൻ ഉത്തരം പറഞ്ഞു. ബിന്ദുസ് ഒരു പോയിന്റ്. നമുക്ക് പോയിന്റ് കൂട്ടാം. കണ്ണൻ സുബിൻ എന്താ പറ്റിയേ? കണ്ണൻ സുബിൻ അവിടെ പോയി. കണ്ണൻ സുബിന് എന്താ പറ്റിയേ? കണ്ണൻ സുബിനാകെ 3 പോയിന്റേ കിട്ടിയിട്ടുള്ളല്ലോ. പ്രവീണിന് 4 പോയിന്റ്, ബിന്ദുസിന് 2, 4, 6, 7 പോയിന്റ്. ചന്ദ്രമോഹൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞിട്ട് പോയി. സുബിനും 3 പോയിന്റിൽ ഒതുങ്ങിന്ന്. ജോമോൻ 2, 4, 6, 8 പോയിന്റ്. വാപ്പാല 2, 4, 6, 8, 10 പോയിന്റ്. വാപ്പാല ജയരാജ്. ഷീബ 2, 4, 6, 8, 9 പോയിന്റ്. സജി ആദ്യം വന്നിട്ട് ഒരു പോയിന്റ് പോയിടിച്ച് പോയായിരുന്നു. ഹംസാനഗരയ്ക്ക് 5 പോയിന്റ് ഉണ്ട്. ഷൈജു ടി പിക്ക് 2, 4, 6, 7 പോയിന്റ് ഉണ്ട്. ബിനിക്ക് 2, 4, 6, 8 പോയിന്റ് ഉണ്ട്. രഹനയ്ക്ക് 2, 4, 6, 7 പോയിന്റ് ഉണ്ട്. ഷഹീർ ഒരു പോയിന്റ് മേടിച്ചുകൊണ്ട് പോയി. ബിന്ദു ചേച്ചിക്ക് പോയിന്റ് കുറവാണ് ഇന്ന്, 2, 4, 6, 7 പോയിന്റേ ഉള്ളല്ലോ. കണ്ണൻ സി കെ 2, 4, 6, 8 പോയിന്റ്. ജോബിന് ഒരു പോയിന്റ്, രശ്മിക്ക് ഒരു പോയിന്റ്, മൗസൂമിന് ഒരു പോയിന്റ്, സുരേഷ് സാറ് ഒരു പോയിന്റ്, സുനു ഒരു പോയിന്റ്, ജെറിൻ 3 പോയിന്റ്, ബിന്ദിയ 2, 4, 6, 7 പോയിന്റ്. ഇപ്പോൾ വാപ്പാലയാണ് 10 പോയിന്റുമായിട്ട് മുന്നിലുള്ളത്. 9 പോയിന്റുമായിട്ട് ഷീബ ആസിസൈറ്റ് ഉണ്ട്. 8 പോയിന്റുള്ള ജോമോനുണ്ട്, ബിനിയുണ്ട്, കണ്ണൻ സി കെ എം ഉണ്ട്. 7 പോയിന്റുമായിട്ട് ബിന്ദുസ് ഉണ്ട്, രഹനയുണ്ട്, ബിന്ദു ചേച്ചിയുണ്ട്,
ബിന്ദിയുണ്ട്. ഇവർ തമ്മിലാണ് മത്സരം വരാൻ പോകുന്നത്. രണ്ട് പോയിന്റിന്റെ ചോദ്യം. ഒരാളിവിടെ കൺഫ്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരാന്നറിയാമോ? ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് പഴയ ചോദ്യമല്ലേ മനുഷ്യ? എയർപോർട്ട് അല്ലല്ലോ, ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാലയാണ് സാറി സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കല്ലേ. എയർപോർട്ട് ചോദിച്ചത് അത് ലക്നൌവിലാണ്. സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഹിസാറിലാണ്. രണ്ട് ചൗധരി ചരൺ സിംഗ് ആണ്. സോറി, നമുക്ക് ഈ ചോദ്യം കൂടെ ചോദിച്ച് നിർത്താം. അപ്പോൾ ലാസ്റ്റ് ചോദ്യമാണ്. 10 പോയിന്റുമായിട്ട് ബാപ്പാല മുന്നിലുണ്ട്. ഷീബാസിസ് 9 പോയിന്റ്, ഷൈജു 7 പോയിന്റ്, ബിനി 8 പോയിന്റ്, രഹന 7 പോയിന്റ്, ബിന്ദുജി കണ്ണൻ CKM 8 പോയിന്റ് ഉണ്ട്. അപ്പോൾ ആരാ സ്കോർ ചെയ്യുന്നത് നോക്കാം. ബിന്ദുസിന് 7 പോയിന്റ് ഉണ്ട്, ബിന്ദിയക്ക് 7 പോയിന്റ് ഉണ്ട്. ഇത്രയും ചുമയില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണെന്നുള്ളതാണ് ബ്ലോക്ക് ബസ്റ്റർ ചോദ്യം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഇല്ല. 2 മാർക്കിന്റെ ചോദ്യമാണ്. ശരി ഉത്തരം പറയുന്നവർക്ക് 5 പേർക്ക്, ആദ്യത്തെ 5 പേരുടെ ചോദ്യമാണ്. ഞാൻ ജോയിൻ റിക്വസ്റ്റ് കൊടുത്തു, പ്ലീസ് അക്സെപ്റ്റ് എന്ന് പറയുന്നത്. എവിടെ പ്ലീസ് ജോയിൻ കുരങ്ങ ഓടിവായ എന്ന് പറയുന്നുണ്ട്. ബിന്ദിയ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണെന്നുള്ളതാണ് ബ്ലോക്ക് ബസ്റ്റർ ചോദ്യം. ആരാണ് 2 മാർക്ക് മേടിക്കുന്നത് നോക്കാം. ആദ്യത്തെ 5 ശരിയുത്തരവേ പരിഗണിക്കൂ. ബിനി ഉത്തരം നൽകുന്നുണ്ട്, ഷൈജു TP ഉത്തരം നൽകുന്നുണ്ട്, ഷീബ ആസിസൈറ്റിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഫുള്ള് ഉത്തരം പറയണം. ഷീബ ആസിസൈറ്റ് ഉദയകുമാർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. D ഉദയകുമാർ എന്ന് തന്നെ പറയണം. ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവീൺ ബാപ്പാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഉത്തരങ്ങൾ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സ് ഇന്ന് 10 പോയിന്റ് നേടിയവരാണ് വിന്നേഴ്സ് ആവുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാപ്പാല ഓൾറെഡി വിന്നറാണ്. ബാപ്പാലയ്ക്കൊപ്പം ജോമോൻ PT 10 പോയിന്റ്, ബിനി 10 പോയിന്റ്. 9 പോയിന്റ് നേടിയവരൊക്കെ സിൽവർ ക്രൗൺ നേടിയിട്ടുണ്ട്. ബിന്ദു ചേച്ചി 7-ൽ നിന്ന് 2 പോയിന്റ് കൂടെ നേടി 9 ആയി. ഷൈജു TP 9 പോയിന്റായി സിൽവർ ക്രൗൺ നേടിയിട്ടുണ്ട്. ഷീബ സിൽവർ ക്രൗൺ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3 സിൽവർ ക്രൗണും 3 ഗോൾഡൻ ക്രൗണുമാണ്. ജോമോൻ ഉണ്ട് ഗോൾഡൻ ക്രൗൺ നേടിയവർ. ജോമോൻ 8 പോയിന്റ് ആയിരുന്നു, 2 പോയിന്റ് കൂടെ നേടി. ജോമോൻ 10 പോയിന്റ് തികച്ചു. ഷീബയ്ക്ക് ഭയങ്കര ചാൻസ് ആയിരുന്നു. 9 പോയിന്റ് ഉണ്ടായിരുന്നു, 11 പോയിന്റ് നേടി. 1-ാം സ്ഥാനത്ത് എത്താമായിരുന്ന ഷീബ D മിസ് ചെയ്തു. D ഉദയകുമാർ എന്ന് D പറയാത്തത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ ക്രൂഷ്യലായ ചോദ്യം പറയുമ്പോൾ കൃത്യമായ ഉത്തരം നൽകണം. ഉദയകുമാർ എന്ന് മാത്രം ഉത്തരം നൽകിയത് കൊണ്ടാണ് തെറ്റിപ്പോയത്. D ഉദയകുമാറാണ്. അതുകൊണ്ടാണ് ഷീബയുടെ ഉത്തരം പരിഗണിക്കാതിരുന്നത്. ദയവായി ക്ഷമിക്കുക. അപ്പോൾ ആദ്യം തന്നെ 10 പോയിന്റ് ഉണ്ടായിരുന്ന ബാപ്പാലയും ജോമോനും ബിനി 8 പോയിന്റിന്റെ കൂടെ 2 പോയിന്റ് കൂടെ ചേർത്ത് 10 പോയിന്റ് നേടി. അവർ 3 പേരുമാണ് ഗോൾഡൻ ക്രൗൺ നേടിയത്. 9 പോയിന്റുള്ള ഷൈജു TP, അതായത് 7 പോയിന്റ് കൂടെ 2 പോയിന്റ് കൂടെ നേടി ഷൈജു സിൽവർ ക്രൗൺ നേടി. ഒപ്പം ബിന്ദു ചേച്ചി 7 പോയിന്റിന്റെ കൂടെ 2 പോയിന്റ് കൂടെ നേടി സിൽവർ ക്രൗൺ നേടി. ഷീബയ്ക്ക് ഓൾറെഡി 9 പോയിന്റ് ഉണ്ടായിരുന്നു, സിൽവർ ക്രൗൺ ഉണ്ട്. പക്ഷെ ഗോൾഡൻ ക്രൗൺ ആക്കാമായിരുന്ന അവസരമാണ് നഷ്ടപ്പെടുത്തുക. അപ്പം നാളെ നമ്മുടെ തുമ്പി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ്. കാരണം ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്. ഈ പറഞ്ഞമാതിരി ഒരുപാട് പേര് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണൻ CKM ഉത്തരവൊക്കെ വൈകിയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നത്. D എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, D എവിടുന്നാ വന്നേ? D മാത്രമായിട്ട് രഹന ടൈപ്പ് ചെയ്തതാണല്ലേ. നമുക്ക് ഈ ഓപ്ഷൻ D ഉദയകുമാർ, G ഉദയകുമാർ എന്ന് ബിന്ദിയാജിത്ത് പറയും. G അല്ല, D. ഇനി വെള്ളം എടുത്ത് വെച്ചിട്ടിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ശിവ ജെറിൻ ഉദയകുമാർ എന്ന് പറയുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടിച്ചു മോനെ എന്ന് പറയുന്നുണ്ട് ജോമോൻ. അങ്ങനെ ഗോൾഡൻ ക്രൗൺ ജോമോൻ വീണ്ടും നേടിയിരിക്കുകയാണ്.
ഹംസാജി 5 പോയിന്റ് ഉണ്ടായിരുന്ന ഹംസാജി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഡി ഉദയകുമാർ നിരഹന വൈകിയാണ്. അപ്പോൾ തെറ്റാതിരിക്കാനും കൃത്യമായിട്ട് ഓർത്തിരിക്കാനുമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതും ഇങ്ങനെയൊക്കെ നിയമം വെച്ചിരിക്കുന്നത്. ഒന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ബിനി. കണ്ണൻ സി കെ സ്നേഹം അറിയിക്കുന്നത് വെപ്രാളം കൂടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആയിരിക്കും, ഇത് ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവാം ഇനി ചെയ്യുമ്പോൾ. കാരണം ഈ സമയത്തിന്റെ പ്രശ്നം, ഇത് എഴുതുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ഇല്ലാതെ 1ാം സ്ഥാനം നേടിയ ഒരാൾ കേട്ടോ. താഴെ ബ്ലോക്ക് ബസ്റ്റർ ഇല്ലാതെ ഒരു കമന്റ് എല്ലാവരും കാണുന്നുണ്ടോ? ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. പ്രവീൺ ഇന്ന് മിസ്സായതാണ്. എങ്കിലും പ്രവീണിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. 4 പോയിന്റ് ഉണ്ടായിരുന്നു പ്രവീൺ. 2 പോയിന്റ് ബ്ലോക്ക് ബസ്റ്ററിന് നേടിക്കൊണ്ട് 6 പോയിന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രവീണിന് ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം വന്നുകൊണ്ടാണ്. വാപ്പാല ബ്ലോക്ക് ബസ്റ്റർ ഇല്ലാതെ 1ാം സ്ഥാനത്ത് എത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേക അഭിനന്ദനം പറയാണ് കാശ്മീരിൽ നിന്ന് ചേരുന്ന വാപ്പാല ജയരാജിന്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കാൻ എന്തെങ്കിലും പ്രധാന വാർത്തകൾ വല്ലതും ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എടുത്തു പറയേണ്ട എന്തെങ്കിലും വാർത്തകളോ വിശേഷങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിയേക്കാം. ഇത് ഈ അവസാന മണിക്കൂറിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന വിശേഷങ്ങളൊന്നുമില്ല. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടും ലക്ഷദ്വീപിന്റെ പ്രതിഷേധങ്ങളും തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്, എൻ്റേത് തെറ്റിയത് കൊണ്ടാണ് പറഞ്ഞത്. അല്ല, എന്നാലും പിന്നെ വാപ്പാലെ പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ 10 പോയിന്റ് എന്നുള്ളത് 12 പോയിന്റ് ആയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഗോൾഡൻ ക്രൗൺ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൂടി നമ്മൾ നോക്കണം. ആ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഷീബയും ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും തള്ളപ്പെട്ടു പോയേനെ. 9 പോയിന്റുള്ള ഷീബയ്ക്ക് 2 പോയിന്റ് കിട്ടിയിരുന്നു. ഷീബയ്ക്ക് 11 ആയനെ. 10 പോയിന്റുള്ള വാപ്പാലയ്ക്ക് 12 ആയനെ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഗോൾഡൻ ക്രൗണും സിൽവർ ക്രൗണും ആവേണ്ടതാണ്. എന്തായാലും ചേറിൽ നിന്നും ഞാൻ ജോമൻ പി ടി പറയുന്നുണ്ട്, പാടാൻ പറ്റുന്ന അവസ്ഥയല്ല. ചേറിൽ നിന്നു ഞാൻ നെന്മണി കൊയ്യുമ്പോ ചേലുള്ള തമ്പീരാൻ നോക്കുന്നീ, കാണാൻ എന്തൊരു ചന്തം നിന്നെ കണ്ടു മടങ്ങുവതെങ്ങിനെ പെണ്ണേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും കാണുന്നു. നാളെ വൈകിട്ട് 5 മണിക്കാണ് റീഡിംഗ് ടൈം. 6 മണിക്ക് ആർച്ച സജി എന്ന് പറഞ്ഞിട്ട് കുവൈറ്റിൽ നിന്നൊരു കൊച്ചുകുട്ടിയാണ് പാട്ടും വിശേഷങ്ങളുമായിട്ട് എത്തുന്നത്. 7 മണിക്ക് നമ്മുടെ ചന്ദ്രദാസ് വയനാടാണ് എത്തുന്നത്. നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് 2 സ്പെഷ്യൽ ലൈവുകളുണ്ട്. നാളെ കൃഷ്ണമോൾ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്, തുമ്പി എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ CC കുമ്പിടി വൈകിയാണ് എത്തിയത്. കൂയി പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ CC കുമ്പിടി സ്വാഗതം ചെയ്യാണ്. ജേട്ട ചുമ്മാ കിഴിന്ന് പറയുന്നുണ്ട്, പൊളി എന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിട്ടും ക്വിസ് അവതരിപ്പിച്ച ഷാമോൻജി. അങ്ങനെ ഹെൽത്ത് പ്രോബ്ലം അല്ല, ഈ ചുമ കഫത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ്. കളക്ടറുടെ കോലം കത്തിച്ചതിന് 12 പേരെ അറസ്റ്റ് ചെയ്തു ലക്ഷദ്വീപിൽ. അതൊക്കെ സംഭവിക്കും. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഫാസിസം എല്ലാ കാലത്തും അത്തരത്തിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നത്. എന്തായാലും സത്യം ജയിക്കട്ടെ, നീതി ജയിക്കട്ടെ, മനുഷ്യത്വം ജയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മളാം പൂക്കാലത്തിന്റെ ഈ രാത്രിയിലെ ക്വിസ് പ്രോഗ്രാം അവസാനിക്കുന്നു. ദിസ് ഈസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.